എന്തായി പറയുന്നത്? വാട്ട് യു മീൻ? ഞാൻ സുനിതയല്ലെന്ന്. എന്റെ പേര് ആനി. ആനി എബ്രഹാം. ആനി എബ്രഹാം എന്ന് വെച്ചാൽ ആര്? ക്രിസ്ത്യൻ? അപ്പൊ സുനിത എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ എന്റെ പേരാണെന്താ? 2 ദിവസത്തിനുള്ളിൽ ഞാൻ 2 പെൺകുട്ടികളെ പരിചയപ്പെട്ടു. അതിലൊരുത്തി കാരണം എന്റെ ജീവൻ തന്നെ അപകടത്തിലായി. ഇനി നിങ്ങൾക്ക് ആ നാളിക്കുള്ളിൽ എന്തുണ്ടാകാൻ? ഞാനൊരു ജേർണലിസ്റ്റ് അല്ല. എനിക്ക് അത്ഭുതമില്ല. ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ കൊള്ളാം. ഒരു റിവോൾവർ എടുത്ത് എന്റെ നെഞ്ചിനെ വരെ കാഞ്ചിന്ന് വിളിച്ചേ. എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? ആരെങ്കിലും വഞ്ചിക്കാനോ കൊല്ലാനോ എനിക്ക് ഉദ്ദേശമില്ല. അന്ന് വിജയമേനോനെ കാണാനെന്നും പറഞ്ഞ് നിങ്ങളുടെ മുറി വന്നത് സത്യത്തിൽ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് എന്റെ ചേട്ടനെ ഏതോ അക്രമികൾ ഒരു ഹോട്ടലിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ഇയാളെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വേണുവിനെ കുഴപ്പത്തിൽ ചാടിച്ച് ശ്രീദേവി എന്ന പെൺകുട്ടി ചേട്ടന്റെ കാമുകയായിരുന്നു. സ്വന്തം വീട്ടിലൊരു ഔട്ട്സൈഡർ ആയിരുന്നു എന്റെ ചേട്ടൻ. ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. ചെറുപ്പത്തിൽ അമ്മച്ചി മരിച്ചതിന് ശേഷം റബ്ബറിൽ നിന്നുണ്ടാക്കിയ വരുമാനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന അപ്പച്ചൻ ഒരു വഴിപാട് പോലെ ഞങ്ങളൊരു ബോർഡിങ്ങിൽ കൊണ്ടാക്കി. വെക്കേഷൻ വരുമ്പോ ഞങ്ങൾക്ക് എങ്ങും പോകാനുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയാൽ ഒരല്പമെങ്കിലും സ്നേഹം തരാൻ അപ്പച്ചന് സമയം ഉണ്ടായിരുന്നില്ല. എത്രയോ വട്ടം ഒതുങ്ങിയ ഇടനാഴികളിൽ ഞങ്ങൾ പരസ്പരം നോക്കി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് ചേട്ടനൊരു മരവിച്ച മനുഷ്യനായി വിലക്കുകൾ തട്ടിമാറ്റി ഏതെല്ലാമോ വഴികളിൽ സഞ്ചരിച്ചു. ഒടുവിൽ ഞാനിന്ന് ഒറ്റയ്ക്കാണ്. അപ്പച്ചൻ ആദ്യം പോയി. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. എന്റെ ചേട്ടനെ ആരാണ് കൊന്നതെന്ന് എനിക്കറിയില്ല. വേണുവിന് ചേട്ടനുമായി ബന്ധം കാണുമെന്ന് ഞാൻ ആദ്യം കരുതി. ഐ എം സോറി. ചേട്ടന്റെ മരണത്തിന് കാരണക്കാരായവരെ എനിക്ക് കണ്ടുപിടിക്കണം. എന്നെ ഈ ലോകത്ത് തനിച്ചാക്കിയവരോട് എനിക്ക് പകയുണ്ട്. വേണോ? ഇനി അങ്ങോട്ട് തനിച്ചല്ലെന്ന് വിചാരിക്കും. ഹലോ, രണ്ടുപേരും മരിക്കാനൊരുങ്ങിക്കോളൂ. ഹലോ ഹലോ ഹലോ, ആരാ? ആരാടെന്നൊന്നും പറഞ്ഞില്ല. ഉടനെ മരിക്കാൻ തയ്യാറായിക്കൊള്ളേ. സുനിത അകത്തിരുന്നുള്ളൂ. വേണു, വേണു, വേണു.
ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കുട്ടിയുടെ ജ്യേഷ്ഠൻ ജോൺ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മിസ്റ്റർ ഉദയവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട്സിനോട് എനിക്ക് ഭ്രമം തുടങ്ങിയിട്ട് വളരെ കാലമായി. വർമ്മയുടെ മകളെ പാട്ടിലാക്കാനും അതുവഴി ഡയമണ്ട്സ് ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടുപിടിക്കാനും ജോണിനെ നിയോഗിച്ചത് ഞാനായിരുന്നു. പക്ഷെ എന്തുപറ്റി? ഡയമണ്ട്സ് മോഷ്ടിച്ചപ്പോ പയ്യൻസ് ആളങ്ങ് മാറി. അപ്പോഴേക്കും ശ്രീദേവിയോട് അവന് യഥാർത്ഥ പ്രേമം തോന്നിയത്രേ. ഡയമണ്ട്സ് എവിടെയോ ഒളിപ്പിച്ചതിന് ശേഷം അവനും ആ പെണ്ണും കൂടി കടന്നു കളയാൻ ശ്രമിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആരൊക്കെയോ ചത്തെന്നോ കൊന്നെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. നൊന്തോ കുട്ടാ? എന്നാലേ ഈ വയസ്സായ മനുഷ്യനോട് ക്ഷമിച്ചു കളാ. ആ കവറിങ് തന്നേക്ക്. ഡയമണ്ട്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ കവറിലില്ലേ? പ്ലീസ്, എനിക്ക് വേഗം പോകണം, കിടന്നുറങ്ങണ്ടേ. ആ കവറിങ് തരൂ പ്ലീസ്. കവർ എന്റെ ഇല്ല, കളഞ്ഞുപോയി. കുട്ടി വെറുതെ ഓരോ തമാശയൊക്കെ പറയുന്നത് കേട്ടില്ലേ? പറയുന്നതിനെ എന്തെങ്കിലുമൊക്കെ ഒരു യുക്തി വേണ്ടടാ മോനെ. എനിക്കിവിടെ പരതി നടക്കാനൊന്നും വയ്യ. പ്രായമായില്ലേ? ഈ റിവോൾവറിലാണെങ്കിൽ ബുള്ളറ്റ്സും കുറവാ, പിന്നെ വെടിയുണ്ടയ്ക്കാണ് തീ പിടിച്ച വിലയുമാ. ആ കവറിങ് തരൂ. മിന്നൽ ബാബുവിന്റെ അടുത്താണ് അവന്റെയൊക്കെ കളി. അയ്യോ, ഒരു കൈയില്ലാത്തവനാണേ, എന്തെങ്കിലും തരണേ. കണ്ടില്ല. അവൻ പള്ളിക്കകത്ത് തന്നെ കാണും. എപ്പോഴെങ്കിലും പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന് ലാവിഷായിട്ട് തണ്ട. അയ്യോ, ഈ അഗതിക്ക് വല്ലോം തരണേ. എന്താണ് ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? എന്താ ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? ഞാൻ ഡിവൈഎസ്പി ആണ്. എന്നെ ഐഡി ആക്കാൻ കാണാം. ഭ്രാന്തന്മാര് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് കീഴടങ്ങുന്നതാണ് നല്ലത്. പക്ഷെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടോടെ കളി കാര്യമായില്ലേ ഫാദർ? ഈ കുട്ടിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. കെട്ടുകഥകളിൽ പോലും കേട്ടിട്ടില്ല ഇത്തരം അവിചാരിതമായ പരീക്ഷണങ്ങൾ. ദാസൻ അറിയാമോ, ശോഭയുടെ ചേട്ടൻ വേണുവിനെയും പോലീസ് തിരയുകയാണ്. ശോഭയുടെ ചേട്ടനോ? എപ്പോ? എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദൻ ഫിക്ഷൻ. ഈ കുട്ടിക്ക് പ്രിയപ്പെട്ടവരായി 2 പേർ 2 സാഹചര്യങ്ങളിൽ ഒരേ തരത്തിലുള്ള കുറ്റം ചെയ്തവരായി കരുതപ്പെടുക എത്ര വിചിത്രമായിരിക്കുമെന്ന് നോക്കൂ. ദാസൻ അവിടെ നിൽക്കൂ. അത് ചിലപ്പോ പോലീസാണെങ്കിൽ? ആണെങ്കിൽ പിടികൊടുക്കണം. ദാസേട്ടൻ രക്ഷപ്പെട്ടോട്ടെ ഫാദർ. ഒളിച്ചോട്ടം ഒന്നിനൊരു പരിഹാര മാർഗമല്ല കുഞ്ഞ്. ഫാദർ, എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണോ ഫാദർ? സത്യം പരാജയപ്പെട്ട ചരിത്രമില്ലെന്ന് നീ മനസ്സിലാക്കൂ.
ഫാദറാണ് എനിക്കും എന്റെ പെങ്ങൾക്കും ഒരു ജീവിതം തന്നത്. ഫാദറിന്റെ വേണു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. മറ്റാരും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എല്ലാവർക്കും എന്റെ ജീവനാണ് വേണ്ടതെങ്കിൽ അവരെ എടുത്തോട്ട് ഫാദർ. എന്നെ പരിചയമുണ്ടോന്നറിയില്ല. ടിവിയിലും പത്രത്തിലും ഒക്കെ എന്റെ പടം കണ്ടാണ്. ഉദയവർമ്മയെ കൊന്നത് ഞാനാണ്. നമ്മൾ 2 കൊലപാതകൾ ഒന്നിച്ചു ചേർന്നാൽ നമുക്കിവിടെ പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. ദാസൻ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഓടി ഓടി തളർന്നു. വരൂ. ഫാദർ, കുറച്ചു നാളായി ഞാൻ ഇവനെ നോക്കി നടക്കുന്നു. ദാസന് ശോഭയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നതല്ല കാര്യം. വെറും ഒരു പരിചയക്കാരനാണെങ്കിൽ പോലും എങ്ങനെ ഇത് സഹിക്കാനാവും? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? പോലീസിൽ സറണ്ടർ ചെയ്യാനാണ് ഫാദർ എന്നെ നിർബന്ധിക്കുന്നത്. വർമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ ആ മനുഷ്യൻ എവിടെ ചെന്ന് അയാൾ അന്വേഷിക്കും? ദൈവം എപ്പോഴും സത്യത്തിനോട് നിൽക്കുമെന്ന് ഫാദർ നമ്മെ പഠിപ്പിച്ചു വെറുതെയായിരുന്നു. എന്താണ് ഈ സെയിന്റ് ജോസഫ് പ്രസ് ഗോൺസാൽവസ്? അത് ചിലപ്പോ വർമ്മ ഒളിച്ചിരിക്കുന്ന സ്ഥലമാവും. എവിടെ വർമ്മയുടെ ഫോട്ടോ നോക്കട്ടെ. എവിടെയാണ് മനുഷ്യ താൻ ഒളിച്ചിരിക്കുന്നത്? ഓർമ്മ വെച്ച നാൾ മുതൽ കർത്താവിന്റെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഏതാപത്തിലും കർത്താവ് നമ്മുടെ രക്ഷയ്ക്കെത്തുമെന്ന് വിശ്വസിച്ചു. എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ല. ശോഭേ, ഫാദർ, 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 എന്താ വേണു? ഫാദർ, ഗോൺസാൽവസ് എന്ന പേരുള്ള ഒരാളുടെ കല്ലറ ഈ പള്ളിയിൽ എവിടെയെങ്കിലും കണ്ടായി ഓർക്കുന്നുണ്ടോ? ഗോൺസാൽവസ് ഇവിടെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഒരുപക്ഷെ പഴയ സിമിത്തേരിയിൽ കണ്ടേക്കും. എന്താ കാര്യം? കാര്യം വന്നിട്ട് പറയാം. ഞാൻ ആ സെമിത്തേരി വരെ പോവാണ്. എനിക്കൊരു ടോർച്ച് വേണം.
സാൽവസ് ആന്റണി.